പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ കേരളം 2 പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിലെ കേന്ദ്ര പാക്കേജും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പ സഹായമായി മാറ്റുമെന്ന പ്രഖ്യാപനവും രണ്ടും ഉണ്ടായില്ലെന്നും കേന്ദ്രം കാണിക്കുന്ന അവഗണന എന്നുമാണ് കെ.എൻ. ബാലഗോപാൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ഫേസ്ബുക്കിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളീയർ വലിയ പ്രതീക്ഷയിലായിരുന്നു. അതിൽ പ്രധാനമായി 2 പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര പാക്കേജ്, 2 വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇപ്പോൾ വായ്പയാണ് അനുവദിക്കുന്നത്. അത് മാറ്റി സഹായം എന്ന രീതിയിൽ 817 കോടി രൂപ തിരിച്ചടക്കേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനവും വരുമെന്ന് പ്രതീക്ഷിച്ചു. ഈ 2 പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് 1 രൂപ പോലും കേന്ദ്ര സഹായം ഉണ്ടായില്ല. ഇത്തരത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളും കേരളത്തിന് കൃത്യമായി ലഭിക്കുന്നില്ല. കേരളത്തോട് അവഗണനയാണെന്നും ഈ പോസ്റ്റ് പറയുന്നു. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.